എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ പ്ലഷർ പ്ലസ് സ്കൂട്ടറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈ സ്കൂട്ടറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പിന്നെ അതുകൂടാതെ 2024 മോഡലായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഓൺ റോഡ് എന്ത് കോസ്റ്റ് വരും, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഇന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൂടുക. ഈ പ്ലഷർ എന്ന് പറയുന്ന സ്കൂട്ടർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതൊരു 70% മുകളിൽ നമ്മൾ കണ്ടിരിക്കുക ലേഡീസ് ഓടിക്കുന്ന സ്കൂട്ടറായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് കുറവാണ്, അതുപോലെ സീറ്റ് ഹൈറ്റ് കുറവാണ്, ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്, പവറും കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്കൂട്ടർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പഴയ പ്ലഷറിനേക്കാളും വൈസർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മിറർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറുള്ള എയറോഡൈനമിക് ആയിട്ടുള്ള മിററാണ് രണ്ട് സൈഡിലും വരുന്നത്. അതുകൂടാതെ മിററിൽ ചെറിയൊരു ക്യാപ്പ് കൂടെ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ആ ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് 4 പാടും ഫുൾ ഷേപ്പിലൊരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ പുതിയ മോഡലിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ലൈറ്റ്സ്, അതായത് ഹാലജൻ ബൾബ് യൂസ് ചെയ്തുകൊണ്ടുള്ള ലൈറ്റ്സ് ആണ് ഈ മിഡിൽ ഓപ്ഷനിൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ഹെഡ്ലൈറ്റ് LED ലൈറ്റ്സ് ആയി മാറുകയും ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് തന്നെ രണ്ട് സൈഡിലും നമ്മുടെ നാഗത്തിൻ്റെ പല്ല് പോലെ, സർപ്പത്തിൻ്റെ പല്ല് പോലെ രണ്ട് സൈഡിലായിട്ട് DRLs കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനെല്ലാം തന്നെ ഫൈബറാണ് വരുന്നത്. ഇത് കൂടാതെ ഫ്രണ്ടിൽ ബോഡി മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരും. ഇൻഡിക്കേഷൻ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ഫെൻഡർ മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ്. മഡ് ഗാർഡ് വരുന്നത് ഹെവി സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ടൽ ലിങ്ക് ആയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. രണ്ട് സൈഡിലും സസ്പെൻഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഹബ്ബ് കവറും വരുന്നുണ്ട്, ഒരു റിഫ്ലക്ടറും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഹബ്ബ് കവർ എന്ന് പറയുന്നത്. അത് ആ സസ്പെൻഷനകത്തേക്ക് ചെളി അടിച്ച് കയറാതിരിക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ടയേഴ്സ് എല്ലാം തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. 90-110 ഇഞ്ചിൻ്റെ C8-ൻ്റെ അല്ലെങ്കിൽ MRF-ൻ്റെ ടയേഴ്സ് ആയിരിക്കും വരിക. അതുകൂടാതെ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള 6 സ്പോക്ക് അലോയ് വീൽസ് കൂടെ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. നമുക്കിനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാം. വണ്ടിയുടെ ബ്രേക്ക് വരുന്നത് 130 mm ഉള്ള ഡ്രം ബ്രേക്കാണ് നമ്മുടെ പ്ലഷർ പ്ലസ് സ്കൂട്ടറിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്, അതായത് വൺ സൈഡിലെ ബ്രേക്ക് പിടിച്ചതിലും ഓപ്പോസിറ്റ് സൈഡിലെ ബ്രേക്കും അതുപോലെ പ്രൊപ്പോർഷണലായിട്ട് ഫോഴ്സ് വന്ന് രണ്ടും ഒരുമിച്ച് അപ്ലൈ ആവും. നമുക്ക് നന്നായിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് വരുന്നുണ്ട്. സ്കൂട്ടർ സ്റ്റാർട്ട് ആവണമെങ്കിൽ സൈഡ് സ്റ്റാൻഡ് തട്ടിയിരിക്കണം. സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ വണ്ടി ഓഫായി പോകും, സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. ആകെ 155 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മുടെ കേരളത്തിലെ റോഡുകളൊന്നിലും തന്നെ അടി തട്ടത്തൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഫ്രണ്ട് ഫുഡ് സ്പേസ് ആണ്. ഒരു ഗ്യാസ് സിലിണ്ടർ ഇപ്പോഴും നമുക്കിതിൽ സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകാം. നല്ല ലെഗ് സ്പേസ് വരും. നമുക്ക് അത്യാവശ്യം ലഗേജ് സാധനങ്ങളൊക്കെ പർച്ചേസിനൊക്കെ പോയിട്ട് വന്ന് സാധനങ്ങൾ ഇതിൽ കൊണ്ട് നടക്കാവുന്നതാണ്. ബാക്കി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ഒരു മാറ്റ് ബ്ലാക്ക് കളറിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരിക സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ മാത്രമായിരിക്കും. പിന്നെ ഇതിൻ്റെ മീറ്റർ വരുന്നത് ഹാഫ് ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഒരു സെമി ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് വരുന്നത്. കുറച്ചുകൂടി കൺവീനിയൻസ് ആഡ് ചെയ്തിട്ടുള്ള സ്കൂട്ടറാണ് നമ്മുടെ പ്ലഷർ പ്ലസ് എന്ന് പറയുന്നത്. കീ വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറോൻ്റെ കീയിൽ നിന്ന് മാറിയപ്പോൾ ഡിസൈൻ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞു ലേഡീസ് സ്കൂട്ടറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഗ്ലൗ ബോക്സിൻ്റെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, മൊബൈൽ ഇടാനും അവർ മണി പേഴ്സ് ഇടാനും. അതിൻ്റെ താഴെയായിട്ട് USB ചാർജ് ചെയ്യാനുള്ള, നമ്മുടെ USB കേബിൾ കുത്തി മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ കേബിൾ താഴെ കുത്തിയിട്ട് മേളിൽ നമുക്ക് ആ ഗ്ലോ ബോക്സിലും മൊബൈൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ലെഗ് സ്പേസ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ബിഗ് ഷോപ്പറിലൊക്കെ സാധനങ്ങൾ ലോഡ് ചെയ്ത് കൊണ്ടുവന്നാലും ഒരു വിഷയവും വരില്ല. നല്ലപോലെ സ്റ്റോറേജ് വാഹനത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിന് വേണ്ടിയായിട്ട് സീറ്റിന് താഴെയുള്ള വലിയ പോർഷനിൽ ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. കൂടാതെ പ്രഷർ പ്ലസ് എന്നുള്ള സിൽവർ കളറിലുള്ള ഒരു അടിപൊളി സ്റ്റിക്കറും സ്കൂട്ടറിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന റബ്ബർ മെറ്റീരിയലുള്ള ഒരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ടോട്ടൽ എഞ്ചിൻ കപ്പാസിറ്റി 110 cc ആണ്. പവർ 8 bhp വരുന്നുള്ളൂ. ടോർക്ക് 10 Nm വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് ആകെ 75 km വരുള്ളൂ. മൈലേജ് നമുക്കൊരു 50 റേഞ്ച് 50-52 കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. നമുക്ക് 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത് കൂടാതെ ടയർ ഹഗർ വരുന്നുണ്ട്, അതായത് നമുക്ക് വാഹനത്തിൻ്റെ ടയറിൽ നിന്ന് ചെളി അടിച്ച് കയറുന്നുള്ള എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരില്ല. ഈ ടയർ ഹഗർ അത് താഴേക്ക് തന്നെ തിരിച്ച് എത്തിക്കുന്നതാണ്. പിന്നെ 130 mm ബാക്ക് സൈഡ് ഡ്രം ബ്രേക്ക് വരുന്നത്, നല്ല വലിപ്പത്തിലുള്ള ഒരു അടിപൊളി ബാക്ക് റിയർ മഡ് ഗാർഡും വരുന്നുണ്ട്. നമുക്കിതിൻ്റെ സീറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം സീറ്റ് തുറക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻ. നോക്കി ഏകദേശം 14 ലിറ്റർ ആകെ ബൂട്ട് സ്പേസ് വരുന്ന ഒരു ഹെൽമെറ്റ് വെച്ചാൽ തന്നെ നമുക്ക് സ്പേസ് ഏകദേശം തീരും. പിന്നെ പെട്രോൾ അടിക്കണമെങ്കിൽ, അത് ഫ്യൂൽ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കൂട്ടറിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും. ഇതൊരു ഡ്രോബാക്ക് ആണെന്ന് പറയാമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ സ്കൂട്ടറുകളെല്ലാം ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫ്യൂൽ അടിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ടൂൾ കിറ്റും
വയ്ക്കാനുള്ള ചെറിയൊരു പോർഷനും ഒരു ട്രഡീഷണൽ ആയിട്ടൊരു പഴയ മോഡൽ സ്കൂട്ടറിൻ്റെ ഒരു ശൈലിയാണ് ഇപ്പോഴും പ്ലഷറിൽ വരുന്നത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഒരു മോശമായിട്ടൊരു ഡ്രോബാക്ക് ആയിട്ട് സ്കൂട്ടറിന് പറയാനുള്ളൂ. പിന്നെ ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് 2013 തൊട്ട് ഈ ടെയിൽ ലൈറ്റാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കമ്പനി ഇതുവരെ മാറ്റിയിട്ടില്ല. പിന്നെ ബാക്ക് സൈഡ് മഡ് ഗാർഡ് നല്ല വലിപ്പത്തിലുള്ള മാറ്റ് ബ്ലാക്ക് കളർ ഹാർഡ് ഫൈബറാണ്. കൂടാതെ റിഫ്ലക്ടർ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റും ടെയിൽ ലൈറ്റ് താഴെയായിട്ട് വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ക്രോമിൻ്റെ നല്ല വലിപ്പത്തിലുള്ളൊരു ഓർണമെൻറ്റ് വരുന്നുണ്ട്. പ്രഷർ പ്ലസ് എന്നുള്ള സിൽവർ കളറിലുള്ള ബാഡ്ജിങ്, അതായത് സ്റ്റിക്കർ കൂടെ വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാനും സൈലൻസറിൻ്റെ പൈപ്പിനുള്ള നല്ല കിഡിലായിട്ടുള്ള ഷീൽഡ് വരുന്നുണ്ട്. സൈലൻസറിന് ഷീൽഡ് വരുന്നുണ്ട് സിൽവർ കളറിൽ. അത് ഓൾറെഡി ഫിറ്റഡ് അല്ല, കാരണം ഇത് PDA ചെയ്യാത്ത സ്റ്റോക്ക് വണ്ടിയാണ്. ഇതാണ് ടയർ ഹഗ്ഗർ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയാണ് കാണിച്ചു തന്നത്. ബാക്ക് സൈഡ് ടയറും സെയിം ടു സെയിം ആണ്. 90-110 ബാക്ക് സൈഡ് ടയർ വരുന്നത്. ട്യൂബ്ലെസ് തന്നെയാണ്. 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. 5 സ്പോക്കുള്ള 10 ഇഞ്ച് സൈസിലുള്ള അലോയ് വീൽസ് തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ലഭിക്കുന്നുണ്ട്. ഇതാണ് ടയർ സൈസ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ എടുത്ത് പറയുന്നത്, കാരണം ഒരുപാട് ചേച്ചിമാർ വണ്ടിയിൽ നിന്ന് ചാടി കയറി കീ പിടിച്ച് തിരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചിട്ടും പോകും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ ഒരു സേഫായിട്ട് അവർക്ക് ഡ്രൈവ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നു. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതായത് വാഹനത്തിൻ്റെ ഫ്യൂൽ സിസ്റ്റം അറിയാമല്ലോ, ഇപ്പോൾ കാർബറേറ്റർ മാറി ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഒരു സെൻസർ അതിൽ വരും. ആ സെൻസറിനനുസരിച്ച് നമ്മൾ കൈ തിരിക്കുന്നതനുസരിച്ച് ഡ്രൈവറുടെ പാറ്റേൺ അനുസരിച്ച് സെൻസർ വർക്ക് ചെയ്തിട്ട് അത് സെൻസ് ചെയ്തിട്ട് കൂടുതൽ ഫ്യൂൽ ആവശ്യം പോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഓൺ റോഡ് വണ്ടിക്ക് ഏകദേശം 1,02,000 രൂപയെ ഫുൾ ഫിറ്റിങ്സ് അടക്കം വരുന്നുള്ളൂ. അപ്പോൾ ഒരു റേഞ്ചിൽ 1,00,000 രൂപ റേഞ്ചിൽ 110 cc അത്യാവശ്യം നല്ലൊരു സ്കൂട്ടർ തന്നെയാണ് പ്ലഷർ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഹീറോ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്